ഓക്കെ, ഞങ്ങൾ പോകുന്ന വഴിയിൽ മസിനഗുഡി പോകുന്ന വഴിയിൽ കണ്ടതാണ് ഈ മനോഹരമായ ഈ ഒരു മലനിര. നിങ്ങളെ കാണിക്കണം. പോകുന്ന വഴിയിൽ കണ്ട കാഴ്ചയാണ്. തമിഴ്നാട്ടിൽ നമ്മൾ വിൻഡ് മില്ല് കാണാറുണ്ടല്ലോ, അതിൻ്റെ വലിപ്പം നോക്കി. അപ്പോൾ നല്ല തലവേദന തോന്നി കുറേ നേരം ഡ്രൈവ് ചെയ്തപ്പോൾ. അപ്പോൾ ഒരു ഇഞ്ചി ചായ അടിക്കാൻ തോന്നി. സ്ട്രോങ് ആയിട്ട് ഒരു ഇഞ്ചി ചായ അടിച്ചാൽ നല്ല എന്താ പറയുക, നല്ല ഫീല് കിട്ടും, നല്ല എനർജി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിർത്തി നോക്കിയപ്പോൾ നല്ല പാർക്കിംഗ് സ്പേസും നല്ല കുട്ടികൾക്ക് കളിക്കാനുള്ള സ്പേസും നല്ല ആംബിയൻസ് ആക്ച്വലി. സോ ഇറങ്ങി ഒരു ചായ കുടിച്ചു, എന്നിട്ട് നമ്മൾ യാത്ര തുടർന്നു. പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള പാർക്ക്, നല്ല ഗാർഡൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഓരോരോ ഹട്ടായിട്ടും. ആൻഡ് ആസ് വെൽ ആസ് അതിൻ്റെ ഇൻറ്റീരിയർ തന്നെ ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഓടാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. പോട്ടെക്കാ, താങ്ക് യു. പണ്ടതുപോലെ തടിയല്ല, GI പൈപ്പൊക്കെ ഇട്ടിട്ട് നല്ല ഒരു ആംബിയൻസ്. ഇവിടെയാ ഇന്നലെ സ്റ്റേ ചെയ്ത് ഇവിടെ കഴിക്കാൻ പോകണം. ഇഡ്ഡലിയും സാമ്പാറും ഉഴുന്നുവടയും അതുപോലെ കൂടെ വേവിച്ച കടല അതിൽ താളിച്ചത് നന്നായിട്ടുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടു. ഇതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. എടുത്തില്ല, നമ്മുടെ നാട്ടിലില്ലാത്ത ഈ സാധനമുണ്ട്, പക്ഷേ ഇങ്ങനെ താളിച്ച് വയ്ക്കാറില്ല, അറിയാമല്ലോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്. ബട്ട് വട കൊള്ളാം കേട്ടോ. രസകരമെന്ന് വെച്ചാൽ അതിൽ ക്യാരറ്റും ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട്, സവാളയൊക്കെ ഇട്ടിട്ടുണ്ട്, നല്ല രുചിയാണ്. കുറച്ചും കൂടെ മുരിഞ്ഞ കൊള്ളായിരുന്നു, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഗുഡ്. ഈ പാസ് എടുത്തു കേട്ടോ. ഈ പാസ് എടുത്തതിന് ശേഷം നമ്മളിവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റിൽ നമ്മൾ ഈ പാസ് കാണിച്ചപ്പോഴത്തേക്കും പ്ലാസ്റ്റിക്സ് എല്ലാം റിമൂവ് ചെയ്യാൻ പറഞ്ഞു, എസ്പെഷ്യലി ബോട്ടിൽസ്. അതൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ തുടരുകയാണ്. കോത്തഗിരി വഴിയാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, വ്യൂ നന്നായിരിക്കും എന്നാണ് അവർ പറഞ്ഞത്, അതുകൊണ്ടാണ് ഇതുവഴി പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ. ഇതുപോലത്തെ നല്ല പാട്ടുകളിട്ട് ഈ പച്ചപ്പുള്ള മലനിരകൾക്കിടയിൽ കൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഉള്ളൊരു സുഖമുണ്ടല്ലോ, അടിപൊളിയാണ്. ഓക്കെ, ഊട്ടിയിലേക്ക് കയറാൻ 2 വഴിയാണുള്ളത്. ഒന്ന് കുന്നൂര് വഴിയും അതുപോലെ കോത്തഗിരി വഴിയും. ഞങ്ങൾ കോത്തഗിരി വഴിയാണ് കയറിയത്. അത് നല്ല വ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. അത് ശരിക്കും സത്യം തന്നെയാണ്. നിങ്ങൾ അടുത്ത തവണ പോകുമ്പോൾ അതുവഴി പോകാൻ ശ്രമിക്കുക. ആദ്യത്തെ ടീ പ്ലാന്റേഷൻസ് ആണ് നമ്മൾ കാണുന്നത്. ഈ മലയിൽ നിന്ന് നമ്മളിപ്പോൾ ആ മലയിലേക്കാണ് പോണത്. കണ്ടാ, കോടനാട്, കാച്ചിമുനൈ. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ അപാര വ്യൂ ആണ്. ഒരു 180 ഡിഗ്രിയിൽ നല്ല വ്യൂ ഉണ്ട്. ദൂരെ വീടുകളൊക്കെ കാണുന്നുണ്ട്. അതുപോലെ വീടെന്ന് പറയുമ്പോൾ ഫാക്ടറിയിലൊക്കെ ജോലി ചെയ്ത ആൾക്കാരുടെ വീടുകളാണ് കേട്ടോ. നല്ല രസമാണ്. നല്ല കാമായിട്ടുള്ള ക്വയറ്റായിട്ടുള്ള മനോഹരമായ സ്ഥലം. അവിടെ നമുക്ക് പോയി സ്റ്റേ ചെയ്യാൻ തോന്നും. നമ്മളിപ്പോൾ പോകുന്നത് കോടനാട് എസ്റ്റേറ്റ് വഴിയാണ്. പഴയ തമിഴ്നാടിൻ്റെ CM ഉണ്ടല്ലോ,
അവരൊക്കെ സ്റ്റേ ചെയ്തിരുന്നത് ഇതിൻ്റെ അടുത്തുള്ള ബംഗ്ലാവിലാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള റോഡ്. പക്ഷേ വളവുകൾ ശ്രദ്ധിക്കണം, വണ്ടികൾ നല്ല വേഗത്തിൽ വരുന്നുണ്ട് ചില സമയങ്ങളിൽ. ഇത് ഓൺ ദ വേ കണ്ട സ്ഥലമാണ്. നല്ലൊരു പുൽമൈതാനവും അതുപോലെ മറ്റേ ബഡുക ട്രൈബൽസ് ഉണ്ടല്ലോ, അവരുടെ ഒരു ടെമ്പിളും അതിൻ്റെ അടുത്തുണ്ട്. അതാണ് നിങ്ങൾ ദൂരെ കാണുന്നത്. ആൻഡ് കുട്ടികൾക്കൊക്കെ കളിക്കാനും കുറച്ച് നേരം നമുക്കൊരു വിശ്രമം കിട്ടാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു സ്ഥലമാണ്. ആൻഡ് നല്ല തണുപ്പാണ്. ഞങ്ങൾ പോയപ്പോൾ തണുപ്പ് എന്ന് ഫീൽ ചെയ്തത് ഇവിടെ ആണ്. ഫസ്റ്റായിട്ട് തണുപ്പ് നല്ല രീതിയിൽ ഫീൽ ചെയ്തത്. അവന്റെ കാല് തട്ടി വീഴും, അവൻ്റെ കല്ല് ഇതാണ്. കോടനാട്ടിലേക്ക് വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴിയിൽ കണ്ടതാണ്. ഇത്രയും മനോഹരമായ സ്ഥലം, പുൽമൈതാനം, അതുപോലെ ദൂരെ ഒരു നല്ലൊരു ലേക്ക്, അതിൻ്റെ അടുത്ത് ഇങ്ങനെ. ഓക്കെ, അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ നിന്ന പുൽമൈതാനത്തിന് ഓപ്പോസിറ്റായിട്ട് ടോഡ സമുദായത്തിലുള്ള ടോഡ ട്രൈബ്സിൻ്റെ ടെമ്പിളാണ് ഇത്. എൻട്രി ഇല്ല, ഫുൾ എന്താ പറയുക, വേലി കെട്ടിയിട്ടുണ്ട്. അപ്പം എൻട്രി ഇല്ല. സോ നമ്മളത് ബഹുമാനിക്കണം. അതിന് ഓപ്പോസിറ്റാണ് ഇതാ ഈ പുൽമൈതാനം. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, വണ്ടികൾ വളരെ വേഗത്തിൽ വരുന്നുണ്ട്. ബട്ട് ലൈക്ക് റിലാക്സ് ചെയ്യാൻ നല്ല സ്ഥലമാണ്. ആംബിയൻസ് അടിപൊളിയാണ് ശരിക്കും പറഞ്ഞാൽ. ഈ വൈബ്, പോസിറ്റീവ് വൈബ് കിട്ടുന്ന ഒരു സ്ഥലമാണ്. ചില്ലെന്നുള്ള കാറ്റും അതുപോലെ തന്നെ പിന്നെ നല്ല പ്രകൃതിയുമായിട്ട് നമ്മൾ ശരി